നമുക്കറിയുന്ന ഒരു വ്യക്തി അമേരിക്കയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരാറുണ്ട്. അങ്ങനെ ഒരു സമയത്ത് വന്നിട്ട് അയാൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളോട് അയാൾ പറയുകയാണ്, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. അമേരിക്കയ്ക്ക് പോവാണ്. അവിടെ പോയി ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരിയേറെ സമ്പത്തും നല്ല ജീവിത സൗകര്യവും നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വയ്ക്കും. നീ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് ശകലം ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും, എന്നാലും നീ പേടിക്കരുത്. കാരണം ഇതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ അമേരിക്കയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ശാശ്വത ഭാവിയും നന്മയും ഉണ്ടാകും, നിനക്ക് സമാധാനമുണ്ടാകും. ഇത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഈശോ നമ്മോട് പറയുന്നത്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മൾ സഭയിൽ വിശ്വാസ പരിശീലനം നടത്തുമ്പോഴല്ല നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാലും യേശുവിൽ മാത്രമാണ് നമ്മൾ സമാധാനം കണ്ടെത്തുന്നത്, മറ്റാരിലുമല്ല, നമ്മളിൽ തന്നെയുമല്ല. ഈശോയിൽ നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഈശോ നമ്മോട് പറയുന്നത്. ഈ ലോകത്തിൽ ഈശോയെ നാം അനുഭവിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ പേടിക്കേണ്ട. ഈശോ ഈ ലോകത്തിൽ തൻ്റെ മരണ ഉത്ഥാനത്തിലൂടെ സമാധാനം കൊണ്ടുവന്ന് ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ രാജാവായ അധികാരത്തിൽ നമുക്കും സ്ഥാനം കിട്ടും. അതായത് അവിടുത്തെ രാജ്യത്തിൽ നമുക്ക് ഒരു സ്ഥാനമുണ്ടാകും.